ഹായ് ഓൾ. ഞാൻ ഇന്നലെ നിങ്ങളോടൊരു മന്ത്രയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബ്ലോക്കേജസും ഇൻസെക്യൂരിറ്റീസൊക്കെ റിമൂവ് ചെയ്ത് ഭയമൊക്കെ ഒഴിവാക്കി തരുന്നതിനുള്ള ഒരു മന്ത്രയാണ് ഇത്. 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലേണ്ട മന്ത്രമാണ്. ഈ മന്ത്രം 21 തവണയാണ് ഓരോ ദിവസവും ചൊല്ലേണ്ടത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ആദിശക്തി 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 നമോ നമോ. സരാഭശക്തി 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 നമോ നമോ. പ്രദം ഭഗവതി പ്രദം ഭഗവതി പ്രദം ഭഗവതി നമോ നമോ. കുണ്ടലിനി മാതാശക്തി മാതാശക്തി നമോ നമോ. നമുക്ക് വരികളുടെ അർത്ഥം നോക്കാം. ആദിശക്തി 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 നമോ നമോ. ഈ പ്രാഥമികമായ ശക്തി, അതാണ് ആദിശക്തി. ആദിശക്തിയുടെ മുന്നിൽ ഞാൻ അഭിവാദനം ചെയ്യുന്നു. സരാബ് ശക്തി സരാബ് ശക്തി സരാബ് ശക്തി നമോ നമോ. ഞാൻ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഊർജത്തിനും ശക്തിക്കും മുന്നിൽ അഭിവാദനം ചെയ്യുന്നു. പ്രദം ഭഗവതി പ്രദം ഭഗവതി പ്രദം ഭഗവതി നമോ നമോ. ഞാൻ ദൈവം സൃഷ്ടി നടത്തിയത് എന്തിലൂടെയാണോ, ദേവിയിലൂടെയാണ് ദൈവം സൃഷ്ടി നടത്തിയത്. ആ ദേവിക്ക് മുന്നിൽ ഞാൻ അഭിവാദനം ചെയ്യുന്നു. കുണ്ടലിനി മാതാശക്തി നമോ നമോ. ഡിവൈൻ മദറിൻ്റെ പവറാണ് കുണ്ടലിനി. ആ കുണ്ടലിനി ശക്തിയുടെ സൃഷ്ടിക്കാനുള്ള പവറുണ്ട് കുണ്ടലിനി ശക്തിക്ക്. ആ ശക്തിക്ക് മുന്നിൽ ഞാൻ അഭിവാദനം ചെയ്യുന്നു. നമ്മൾ ഈ മന്ത്ര ജപിക്കുന്ന സമയത്ത് പ്രാഥമികമായിട്ടുള്ളതും നമ്മളെ സംരക്ഷിക്കുന്നതും സൃഷ്ടി നടത്തുന്നതുമായിട്ടുള്ള ഡിവൈൻ മദറിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് ട്യൂണാകും. അതിലൂടെ നമ്മുടെ ഉള്ളിലുള്ള ഭയം ഇല്ലാതെയാവുകയും നമുക്ക് ബ്ലോക്കേജസും ഇൻസെക്യൂരിറ്റീസുമൊക്കെ നമ്മളിൽ നിന്ന് അകന്നുപോയി പ്രവർത്തിക്കുവാനുള്ള ശക്തി ലഭിക്കുകയും ചെയ്യും. ഇത് വെറും ഒരു മന്ത്രയായിട്ട് കരുതരുത്. ഇത് നമ്മുടെ ഇപ്പോൾ ട്വിൻ ഫ്ലെയിമിൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ഡിവൈൻ ഫെമിനൈൻസിനുള്ളിലുള്ളതും ശക്തി എന്ന് പറയുന്ന ഊർജമാണ്, ആ ഒരു എനർജിയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ എനർജി പല ബ്ലോക്കേജസ് കൊണ്ടും നമ്മുടെ പല ബുദ്ധിമുട്ടുകൾ കൊണ്ടും ആ എനർജി പുറത്തേക്ക് വന്നിട്ടുണ്ടാവില്ല. ഓക്കെ, ആ എനർജിയെ നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരാൻ സഹായിക്കുന്ന ഒരു മന്ത്രം കൂടിയാണ്. അപ്പോൾ നമുക്ക് ചിലർക്ക് മന്ത്രം ചാൻറ്റ് ചെയ്യുന്ന സമയത്ത് ഹാർട്ട് ചക്രയിലും ത്രോട്ട് ചക്രയിലും ഒക്കെ ഒരു ബ്ലോക്കേജ് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ തന്നെ ഇത് ഞാൻ ചൊല്ലിയിട്ടില്ലേ, അപ്പോൾ സൗണ്ട് മാക്സിമം ഉള്ളിൽ നിന്ന് എടുത്തിട്ടാണ് ഞാനത് ചാൻറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ആ ചെസ്റ്റിലും ത്രോട്ടിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട്, വോയിസ് വരാതെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു. അത് നിങ്ങൾ കണക്കാക്കണ്ട. എത്ര സ്ട്രെയിൻ തോന്നിയാലും പറ്റാവുന്ന രീതിയിൽ മന്ത്രം ചൊല്ലി വരുമ്പോൾ ആ ഹാർട്ട് ചക്രയുടെയും ത്രോട്ട് ചക്രയുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ, ബ്ലോക്കേജസ് എന്തായാലും അത് ഒഴിവായി ബ്ലോക്കേജസ് മാറി അത് ക്ലെൻസ് ചെയ്ത് ക്ലിയറായിട്ട് വരും. മുടങ്ങാതെ 21 ഡേയ്സ് ഇത് ചെയ്യണം. നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ നമ്മളൊരു പ്രിക്കോഷനായിട്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രിക്കോഷനായിട്ട് നമ്മൾ ഈ മന്ത്രം ചാൻറ്റ് ചെയ്ത് നമ്മളൊന്ന് സ്ട്രെങ്തൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സാഹചര്യങ്ങളെ നല്ല രീതിയിൽ ഒരു സ്റ്റേബിളായി നിന്നുകൊണ്ട് അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇന്നലെ ഞാൻ ഗൈഡൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൈഡൻസിൽ കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈഡൻസ് തരുന്ന സമയത്തിന് ഇതുപോലിരുന്ന ത്രോട്ടാണ്. ഗൈഡൻസ് പറയുന്ന സമയത്ത് പെട്ടെന്ന് ചുമയും ശ്വാസം മുട്ടലും ഒക്കെ
തോന്നിയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയെന്നോ അതിനെ ഉൾക്കൊണ്ടു എന്നോ എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ഡിവൈനായിട്ട് കാണിച്ചു തരുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്. ഞാനത് എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്ന ഗൈഡൻസ് അത് അതിൻ്റേതായ റെസ്പെക്റ്റോടു കൂടി ചെയ്യണം. അപ്പോൾ ഡിവൈൻ തരുന്നൊരു ഗൈഡൻസാണ്. അപ്പോൾ ആ രീതിയിൽ റെസ്പെക്റ്റോടു കൂടി ചെയ്യണം. ഒരു അലംഭാവവും വിചാരിക്കരുത്. വെറുതെ ഓരോന്ന് പറയുന്നതാണ് എന്നൊന്നും ചിന്തിക്കരുത്. എങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ എന്തായാലും എനിക്ക് ഡിവൈനിൽ അത്രയും വിശ്വാസമുണ്ട്. വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളത് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുക. ഒരു പക്ഷേ ഗൈഡൻസ് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ഇതൊക്കെ വെറുതെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ അത് കേൾക്കാതെ അതവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഗൈഡൻസ് കേൾക്കുകയും ചെയ്യുന്നു, അതിൻ്റേതായ രീതിയിൽ ഉൾക്കൊള്ളുന്നുമില്ല എന്നുണ്ടെങ്കിൽ അത് ഡിവൈനോട് കാണിക്കുന്ന ഒരു ഇർറെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വിശ്വാസം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം തോന്നുകയാണെങ്കിൽ അത് ഗൈഡൻസ് കേൾക്കുക. കൃത്യമായിട്ട് അത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കുക. ഒരു ബുക്കിലോ മറ്റോ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു വരാം. പിന്നെ നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് ഉള്ളപ്പോൾ നമുക്ക് മടിയൊക്കെ തോന്നും, ചെയ്യാനായിട്ട് ഒരു മെൻ്റൽ ക്ലാരിറ്റിയൊക്കെ കിട്ടാതെ വരും. നമ്മൾ അത് ഓവർകം ചെയ്ത് കൊണ്ടുവരണം. എന്ന് വെച്ചാൽ അതിൽ സ്റ്റക്കായി പോവാതെ ഓവർകം ചെയ്ത് കൊണ്ടുവരണം. അതല്ല ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഒരു വിശ്വാസമില്ലാത്ത രീതിയിൽ എടുക്കരുത്. വിശ്വാസമില്ലെങ്കിൽ കേൾക്കാതിരിക്കുക. അവിടെ തീർന്നു. നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു വിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല. നിങ്ങൾക്ക് വിശ്വാസമില്ല, കേൾക്കുന്നില്ല, നിങ്ങളത് സ്കിപ്പ് ചെയ്യുന്നു, അടുത്തതിലേക്ക് പോകുന്നു, കുഴപ്പമില്ല. നമ്മളൊരിക്കലും ഒരു കാര്യത്തെ പുച്ഛിച്ച് കാണരുത്. ഓക്കെ. പിന്നെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നലെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ത്രോട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നന്നായിട്ട് ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക. പിന്നെ മാനസിക സമ്മർദ്ദങ്ങളിൽ ചെന്ന് വീഴാതെ ഇരിക്കാനുള്ള ഒരൊറ്റ മെഡിസിൻ എന്ന് പറയുന്നത് സറണ്ടറിങ് ആണ്. ഞാനിതിൽ സറണ്ടറിങ് അഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ സറണ്ടറിങ് അഫർമേഷൻസ് കൊടുത്തിട്ട് സറണ്ടർ ചെയ്യാം. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശ്വരനോട് പറയുക, ഈശ്വരൻ അമ്മേ അല്ലെങ്കിൽ ഭഗവാനെ, ഞാൻ കൃത്യമായി ഇന്നർ വർക്ക് ചെയ്യണം. എൻ്റെ ഇന്നർ വർക്കൊക്കെ ഞാൻ കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് അമ്മയിൽ അല്ലെങ്കിൽ ഭഗവാനിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഞാൻ എന്നെ തന്നെ ഭഗവാനിന് സമർപ്പിക്കുന്നു എന്ന് വിശ്വാസത്തോടു കൂടി പറയുക. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും പ്രതീക്ഷകളും ഈശ്വരന് സമർപ്പിക്കുക. അടുത്തതായിട്ടാണ് ഞാൻ ഈ മന്ത്രയുടെ കാര്യം പറഞ്ഞത്. ഇത് വെറും വാക്കല്ല. നിങ്ങൾ ചാൻറ്റ് ചെയ്ത് നോക്കൂ, ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും. ഡിവൈനായിട്ട് ഗൈഡ് ചെയ്ത് തന്നിട്ടുള്ളൊരു മന്ത്രയാണ്. അതിനെ നിസ്സാരവൽക്കരിക്കരുത്. അത് ഡെയിലി സന്ധ്യയ്ക്ക് 21 ടൈംസ് നിങ്ങൾ ചൊല്ലുക. അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് പറ്റിയില്ലെങ്കിൽ രാവിലെ ഡെയിലി 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. പീരീഡൊക്കെ ആണെങ്കിൽ വിളക്ക് കത്തിക്കാതിരുന്ന് ചൊല്ലിയാൽ മതിയാവും, കുഴപ്പമൊന്നുമില്ല. ശുദ്ധിയായിട്ടിരുന്നിട്ട് വിളക്ക് കത്തിക്കാതിരുന്ന് ചൊല്ലുക. സെൽഫ് ഫോക്കസ് ചെയ്യുക. സെൽഫ് ഫോക്കസ് ആണ് ഞാൻ അടുത്തതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം. നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇപ്പോൾ നിങ്ങളെങ്ങനെയാണ് കടന്നു പോയതെന്ന് അറിയാം. ചിലപ്പോൾ മടി പിടിച്ചൊക്കെ ഇരുന്നിട്ടുണ്ടാകും, ഇന്നർ വർക്ക് പോലും ചെയ്തിട്ടുണ്ടാവില്ല. ഇതൊന്നും ശരിയാവത്തില്ല. ഇന്നർ വർക്കൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. ഓക്കെ. പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് ചെയ്യാത്ത കാര്യങ്ങളല്ല, ഇന്ന് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്യാതെ ബാക്കി വെച്ച കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് അതിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം
ഒരു 2-3 കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചെയ്തിട്ടില്ല. ആ കാര്യങ്ങൾ എടുക്കുക. അത് നാളത്തേക്ക് അപ്പോൾ അതിനൊരു ടൈം കൊടുക്കുക. നാളെ ഇത്ര മണിക്ക് ഈ കാര്യം ചെയ്യണം എന്നാൽ 2-3 കാര്യങ്ങൾക്കും അതിൻ്റേതായ സ്പെസിഫിക് ആയിട്ടുള്ള ടൈം കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ നാളെ മുതൽ കൃത്യമായിട്ട് ആ സമയങ്ങളിൽ ആ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഒരു സെൽഫ് വിഷൻ ഉണ്ടായിരിക്കണം. നമുക്ക് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്യാതെ അവശേഷിപ്പിച്ചതെന്ന് കണ്ടു, അതിപ്പോൾ മിക്കവാറും ഷോർട്ട് ടേമിലുള്ള കാര്യങ്ങളായിരിക്കും. ഒരു ലോങ് ടേമിൽ എന്തൊക്കെയാണ് നേടിയെടുക്കേണ്ട ആഗ്രഹങ്ങൾ എന്നെഴുതുക. നമ്മൾ ഈ സോൾ പർപ്പസിനോടൊപ്പം തന്നെ, അതായത് നമ്മുടെ സോൾ ജേണിക്കൊപ്പം തന്നെ നമ്മളെന്നുള്ള വ്യക്തിക്കൊരു ജേണിയുണ്ട്, അതും കൂടി കണക്കിലെടുക്കണം. അപ്പോൾ ഒരു ലോങ് ടേമിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ഗോൾസ് എന്ന് എഴുതി വയ്ക്കുക. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾസ് ഒരു 2 1-2 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 കാര്യങ്ങളും ലോങ് ടേമിലത്തേക്ക് ആവശ്യം നമുക്ക് നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര നാളിനുള്ളിൽ ഒരു ടൈം കൊടുക്കുക, ഒരു ഇയർ കൊടുക്കുക, ഇന്ന വർഷത്തിനുള്ളിൽ എനിക്ക് ഈ കാര്യം നേടണം. ആ ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ കാര്യങ്ങൾക്ക് വേണ്ടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ എത്രത്തോളം നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഒരു വിഷനോട് കൂടി മുന്നോട്ട് പോയാലും ഒരു സോൾ ജേണി കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ബ്ലോക്കേജ് സംഭവിക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടുപോകും. ആ സമയത്ത് ഈശ്വരനോട് തന്നെ നമ്മൾ ചോദിക്കുക, പ്രാർത്ഥിക്കുന്ന സമയത്ത്, എൻ്റെ ജീവിതത്തിലെ ഒരു ആഗ്രഹമാണ്, എനിക്കിത് നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് തടസ്സങ്ങളാണ് ഉണ്ടാകുന്നത്, എനിക്കിതിനൊരു വഴി കാണിച്ചു തരൂ, ഇതെൻ്റെ ജീവിതയാത്രയിലുള്ളത് ആണോ അല്ലയോ, ഞാൻ മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത്, എനിക്കതിനുള്ള വഴി കാണിച്ചു തരൂ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കതിനുള്ള വഴി കാണിച്ചു തരും. എന്നാലും നിങ്ങളുടെ ആഗ്രഹമല്ലേ, അതിനുവേണ്ടി മാക്സിമം നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. അപ്പോഴും തടസ്സങ്ങളാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ പ്രയേഴ്സിൽ ഇത് ഉൾപ്പെടുത്തുക. എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ അതിനുള്ള ഗൈഡൻസ് കിട്ടും. അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ. എനർജി സ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ എനർജി സ്പോയിലായി പോകാണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഡെയിലി 7 ചക്രാസ് മെഡിറ്റേഷൻ ചെയ്യണം. ഓറ ലോക്ക് ചെയ്ത് സൂക്ഷിക്കണം. ഇന്നെല്ലാവരും മൗനവ്രതം ആചരിച്ചോ? ഇന്നും ആചരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെള്ളിയാഴ്ചയും. ഓക്കെ, ഇന്ന് ചെയ്തില്ലെങ്കിൽ കൂടി വെള്ളിയാഴ്ചയെങ്കിലും അത് ചെയ്യുക. എല്ലാ വെള്ളിയാഴ്ചയും പറ്റുമെങ്കിൽ മൗനവ്രതമായിട്ട് ആചരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ എനർജി ഒന്ന് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ എല്ലാവരും ഉറക്കമെഴുന്നേറ്റ് ശീലിക്കുക. രാവിലെ ആ സമയത്ത് ഒരു ഹീലിംഗ് എനർജി ഉണ്ട്. അതുകൊണ്ട് ആ സമയത്ത് രാവിലെ എഴുന്നേറ്റ് ശുദ്ധിയായി വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച ശേഷം മെഡിറ്റേഷൻ ചെയ്യുക. യോഗയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ, മെഡിറ്റേഷനും ചെയ്യുന്നവരാണെങ്കിൽ ആ സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചത്തിലിരുന്ന് ചെയ്യുവാണെങ്കിൽ ആ ഒരു എനർജി നിങ്ങൾക്കൊരു ക്ലെൻസിങ് എനർജി കൂടെ കിട്ടും. പിന്നെ നമ്മളെ ക്ലെൻസ് ചെയ്യാനായിട്ട്, ഒന്ന് റീചാർജൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അത് ഗാർഡനിങ് ചെയ്യാം. അല്ലെങ്കിൽ ചെരുപ്പിടാണ്ട് മണ്ണിലൂടെ നടക്കുക, ചെടിക്ക് വെള്ളം നനച്ചു കൊടുക്കുക. ഇപ്പോൾ മഴയൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, എന്നാലും ഒരു പറ്റുന്ന സമയമൊക്കെ ഒന്ന് ചെരുപ്പിടാണ്ട് മണ്ണിലൂടെ നടക്കുന്നത് നല്ലതാണ്. നമുക്ക് നല്ലൊരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ട്രീസിനെ നമുക്ക് ഹഗ് ചെയ്യാം. നമുക്ക് നല്ലൊരു എനർജി റീചാർജ് കിട്ടും. ഓക്കെ, നമുക്ക് എർത്തിലൂടെ നടക്കുമ്പോഴും റീചാർജ് ആകും. അതുപോലെ തന്നെ ട്രീസിനെ ഹഗ് ചെയ്യാൻ പറ്റും. നേച്ചറുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. റൂമിനുള്ളിലിരിക്കുന്നേക്കാളും പുറത്തോട്ടൊക്കെ ഇറങ്ങി പ്രകൃതിയൊക്കെ ആസ്വദിച്ചിരിക്കാം. മഴയൊക്കെ പെയ്യുന്നത് ഒക്കെ ഒന്ന് നമുക്ക് ആസ്വദിക്കാൻ സമയം കിട്ടുവാണെങ്കിൽ അത് റെയിൻ ഡ്രോപ്സ് വീഴുന്നത്, അതിൻ്റെ ശബ്ദം, ഇതൊക്കെ നമുക്ക് ആസ്വദിക്കുകയാണെങ്കിൽ അതൊക്കെയും ഒരു ക്ലെൻസിങ് എനർജിയാണ്.
നമുക്കൊരു റീചാർജ് കൂടിയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇൻകോർപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നൈറ്റ് ആകുമ്പോൾ ഒന്ന് എഴുതുക, ഇന്ന് ഞാൻ ചെയ്യാതെ അവശേഷിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്. മടി മാറ്റാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഇന്ന് രാത്രി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അതൊന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ ചെയ്യാതെ അവശേഷിപ്പിച്ച കാര്യങ്ങൾ എന്താണ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഴുതുക. കുറേ ഉണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. അത് നാളെ തന്നെ ചെയ്യാനൊരു ടൈം കൊടുത്ത് അത് ചെയ്യാം. അതിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടായിരിക്കും. അടി പിടിച്ചിരുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്നും മാറ്റി മാറ്റി വെച്ചതെന്നും എങ്ങോട്ടാണ് ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നതെന്നും നമ്മുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചും സോൾ ജേണിയെക്കുറിച്ചും ഒക്കെ ഒരു ധാരണയുണ്ടാകും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് സീരിയസ് ആകും. അപ്പോൾ അതെല്ലാ ദിവസവും ചെയ്യണം. ഓക്കെ, ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾ വെറുതെ കണ്ടുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ കണ്ടുപോകുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ കാണുന്നുണ്ടോ എന്നെനിക്കറിയാനായിട്ട്, എത്ര പേരിലേക്ക് എത്തുന്നു എന്നറിയാനായിട്ട് ഇതാണ് എനിക്കൊരു ഒരു മാർഗമായിട്ടുള്ളത്. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ എഫേർട്ട് എവിടം വരെ എത്തി എന്നുള്ളത്, എൻ്റെ ജേണി, ഞാൻ ചെയ്യുന്ന കാര്യം കറക്റ്റാണോ എന്നൊക്കെ അറിയാൻ എനിക്ക് ഒരു മാർഗ്ഗമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളത് ചെയ്യുക. ഓക്കെ.